ഹരേ കൃഷ്ണ. ഹരിനാമ ദീക്ഷയുടെ ഉദ്ദേശം എന്നതിനെപ്പറ്റി പരമപൂജ്യ ശ്രീ രാധാനാഥ് സ്വാമി മഹാരാജ് സംസാരിക്കുന്നു. നിങ്ങൾ ഒരു അനശ്വരമായ ആത്മാവാണെന്ന് വസുദേവർ കംസനോട് പ്രഭാഷണം ചെയ്തതുപോലെ നിങ്ങൾ ശരീരവും മനസ്സുമാണെന്നുള്ള മിഥ്യാധാരണയിലായിരിക്കുമ്പോൾ നിങ്ങൾ പാപകരമായ പ്രവർത്തനങ്ങൾ ചെയ്യുന്നുവെന്നും ജന്മജന്മാന്തരങ്ങളോളം നിങ്ങൾ കഷ്ടപ്പെടേണ്ടി വരുമെന്നും നിങ്ങൾക്കറിയില്ല. പക്ഷേ ആളുകൾക്ക് അത് മനസ്സിലാകുന്നില്ല. എന്തുകൊണ്ട്? കാരണം നമ്മളുടെ ഉള്ളിലുള്ള കൃഷ്ണനോടുള്ള സ്നേഹം നമ്മൾ മറന്നു. അതിനാൽ ശ്രീ ചൈതന്യ മഹാപ്രഭു ഈ ലോകത്തിലേക്ക് വന്നത് ലളിതമായ സന്ദേശമായ ജീവ് ജാഗോ ജീവ് ജാഗോ എന്നതുമായാണ്. എല്ലാ ആത്മീയ തത്വചിന്തകളുടെയും രത്നച്ചുരുക്കം, എല്ലാ വേദസാഹിത്യങ്ങളുടെയും സമഗ്രമായ പഠനം എല്ലാം ജീവ് ജാഗോ എന്ന ഈ 2 വാക്കുകളിൽ സാക്ഷാത്കരിക്കപ്പെടുന്നു. നമ്മൾ ഉണർന്നു കഴിഞ്ഞാൽ എല്ലാം മനസ്സിലാകും. സൂര്യൻ പകൽ സമയത്ത് എല്ലാം പ്രകാശമയമാക്കുന്നത് പോലെ. അതുപോലെ തന്നെ ആത്മതത്വത്തെക്കുറിച്ചുള്ള യഥാർത്ഥ അറിവ് എല്ലാ അന്ധകാരത്തെയും നീക്കം ചെയ്യുന്നു. അന്ധകാരത്തിന്റെ മണ്ഡലത്തിൽ മാത്രമാണ് ഭൗതികമായ കഷ്ടപ്പാടുകൾ ഉള്ളതെന്ന് കൃഷ്ണൻ ഗീതയിൽ പറയുന്നു. അതിനാൽ ഇതാണ് ജീവിതത്തിന്റെ യഥാർത്ഥ ലക്ഷ്യം. ഇത് ശുദ്ധീകരണത്തിലൂടെ മാത്രമേ നേടാനാകൂ. നാം എത്രമാത്രം സമ്പാദിച്ചാലും, നാം എത്രമാത്രം അറിവ് നേടിയാലും നാം ശക്തി നേടുന്നു, പ്രശസ്തി നേടുന്നു, നേട്ടങ്ങൾ നേടുന്നു. ശുദ്ധീകരണമില്ലാതെ ഇവയൊന്നും നമ്മൾക്ക് കൃഷ്ണന്റെ സാക്ഷാത്കാരം നൽകില്ല. ആ തിരിച്ചറിവ് ശുദ്ധീകരണത്തിലൂടെയേ നേടാനാകൂ. ഈ ലോകത്തെ ആളുകൾ വളരെ അശുദ്ധരാണ്. അതിനാൽ അകത്തും പുറത്തും എല്ലായിടത്തും ധാരാളം മാലിന്യങ്ങളുണ്ട്. കൃഷ്ണന്റെ കാരുണ്യത്താൽ മാത്രമേ നമുക്ക് ശുദ്ധീകരിക്കപ്പെടാൻ കഴിയൂ. ശൃണ്വതാം സ്വകഥാ കൃഷ്ണ പുണ്യശ്രവണ കീർത്തനഃ ഹൃദ്യന്തസ്തോ ഹ്യഭദ്രാണി വിധുനോതി സുഹൃത്സതാം. ഈ ശ്ലോകം നമ്മൾക്ക് വളരെ മികച്ച ധാരണ നൽകുന്നു. നമ്മൾ പരമാവധി ശ്രമിക്കണം. കൃഷ്ണൻ നമ്മളിൽ പ്രസാദിക്കുമ്പോൾ നാം ശുദ്ധീകരിക്കപ്പെടും. നാം പരമാവധി ശ്രമിച്ചില്ലെങ്കിൽ കൃഷ്ണൻ നമ്മിൽ പ്രസാദിക്കുകയില്ല. ഭഗവാന്റെ മഹത്വം ശ്രവിക്കാനും ജപിക്കാനും നാം ഒരു അഭിരുചി വളർത്തിയെടുക്കുകയാണെങ്കിൽ കൃഷ്ണൻ നമ്മളോട് വളരെയധികം സംതൃപ്തനാകും. മാത്രമല്ല, അദ്ദേഹം നമ്മളുടെ ഹൃദയത്തിൽ നിന്ന് നമ്മെ ശുദ്ധീകരിക്കുന്നു. അദ്ദേഹം അഹംഭാവത്തിന്റെ എല്ലാ അന്ധകാരത്തെയും അകറ്റുന്നു. അല്ലെങ്കിൽ ദൈവീ ഹ്യേഷാ ഗുണമയീ മമ മായാ ദുരത്യയാ മാമേ വയേ പ്രപദ്യന്തേ മായാമേ താം തരന്തി തേ. ഭൗതിക പ്രകൃതി നമ്മൾക്ക് വളരെ ബുദ്ധിമുട്ട് തരുന്നതാണ്. എന്നാൽ ശ്രവണത്തിലൂടെയും മന്ത്രോച്ചാരണത്തിലൂടെയും നാം കൃഷ്ണനെ അഭയം പ്രാപിക്കണം. അനന്യാശ്ചിന്തയന്തോ മാം യേ ജനാ പര്യുപാസതേ. നമ്മളുടെ പക്കലുള്ളത് അദ്ദേഹം സൂക്ഷിക്കുന്നു, നമുക്ക് ഇല്ലാത്തത് അദ്ദേഹം വഹിക്കുന്നു. മഹത്സേവാം ദ്വാരമാഹുർവിമുക്താഃ തമോദ്വാരം യോഷിതാം സംഗി സംഗം. തൻ്റെ ഭക്തരെ സേവിക്കുമ്പോൾ താൻ സന്തുഷ്ടനാണെന്ന് കൃഷ്ണൻ നമ്മെ പഠിപ്പിച്ചു. അപ്പോൾ ശ്രീ ചൈതന്യ മഹാപ്രഭുവിൻ്റെ ദൗത്യത്തിൽ നമ്മളുടെ ഗുരുവിനെയും ആചാര്യന്മാരെയും സഹായിച്ചുകൊണ്ട് ദാസന്റെയും ദാസനെന്ന മനോഭാവത്തിൽ ഭക്തരുമായി സഹകരിക്കുക. മാത്രമല്ല, ശ്രദ്ധാപൂർവം ശ്രവിക്കുകയും ജപിക്കുകയും ചെയ്യുക എന്ന മഹാപ്രഭുവിൻ്റെ സന്ദേശമാണിത്. അപ്പോൾ കൃഷ്ണൻ പ്രസാദിക്കും. ശുശ്രൂഷോ ശ്രദ്ധധാനസ്യ വാസുദേവ കഥാരുചിഃ സ്യാന്മഹത്സേവയാ വിപ്രാഃ പുണ്യതീർത്ഥനിഷേവണാത്. നാം കൃഷ്ണന്റെ ഭക്തരെ സേവിക്കുമ്പോൾ കൃഷ്ണൻ വളരെ സന്തുഷ്ടനാകുന്നു. മാത്രമല്ല, ശ്രവിക്കാനും ജപിക്കാനും അദ്ദേഹം നമ്മൾക്ക് രുചി നൽകുന്നു. ആ രുചി നേടുമ്പോൾ അദ്ദേഹം നമ്മൾക്ക് തന്നെ തന്നെ നൽകുന്നു. ഈ കലിയുഗത്തിൽ നമ്മളെപ്പോലെ യോഗ്യതയില്ലാത്തവരായതിനാൽ ശ്രീ ചൈതന്യ മഹാപ്രഭു ശ്രീ രാധാറാണിയുടെ അനുഗ്രഹം നൽകാനും ശ്രീ രാധയുടെ വൃന്ദാവനത്തിൻ്റെ സ്നേഹം അവളുടെ ഭക്തർക്ക് നൽകാനും എത്തിയിരിക്കുന്നു. നാം യഥാർത്ഥത്തിൽ തൃണാദപി ശുനീചേന ആയിരിക്കണം. താഴ്മയുള്ളവരാകാനും ക്ഷമിക്കാനും മറ്റുള്ളവരെ ബഹുമാനിക്കാനും നാം ശ്രമിക്കണം. അത് സ്വയം ആവശ്യപ്പെടരുത്. ഭക്തിയുത സേവനത്തിൻ്റെ വിവിധ തത്വങ്ങളെല്ലാം ഈ അർത്ഥത്തിൽ നാം പരിശീലിക്കുകയാണെങ്കിൽ കൃഷ്ണൻ നമ്മൾക്ക് തന്നെ തന്നെ നൽകുന്നു. അദ്ദേഹം പവിത്രനാണ്, അദ്ദേഹം പരമശുദ്ധനാണ്. അദ്ദേഹം നമ്മൾക്ക് തന്നെ തന്നെ നൽകുമ്പോൾ നാം പരമമായി ശുദ്ധീകരിക്കപ്പെടുന്നു. ദീക്ഷയുടെ ഉദ്ദേശമാണ് ലളിതമായ തത്വങ്ങൾ. കാരണം നമ്മളുടെ ആത്മീയ ആചാര്യന്മാരിൽ ആദ്യം വിശ്വാസമുണ്ടാകുമ്പോൾ ആ സമയത്ത് ബന്ധം സ്ഥാപിക്കപ്പെടുന്നു. സാധു ശ്രദ്ധ തഥാ സാധു
തദ്വിധി പ്രണിപാതേന പരിപ്രശ്നേന സേവയ. അന്വേഷിക്കാനും വിനീത വിധേയനായി ശ്രവിക്കുക, മാത്രമല്ല സേവനം നൽകുക. സേവനം നൽകുകയാണെങ്കിൽ ആ നിർദ്ദേശങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ഉൾപ്പെടുത്തുക എന്നതാണ്. ശ്രീ ചൈതന്യ മഹാപ്രഭുവും നമ്മളുടെ എല്ലാ പരമ്പരയും ഭഗവാന്റെ ഭക്തരുമായി സംഘമെടുക്കാൻ പ്രധാന നിർദ്ദേശങ്ങൾ നൽകിയിട്ടുണ്ട്. സാധുസംഘ സാധുസംഘ സർവശാസ്ത്രേ കയ. യുഗധർമ്മമായ ഭഗവാന്റെ നാമങ്ങൾ ജപിക്കാൻ. അതിനാൽ നമ്മൾ കൃഷ്ണന്റെ മുൻപിലും വൈഷ്ണവന്മാരുടെ മുൻപിലും വിശുദ്ധ അഗ്നിയുടെ മുൻപിലും നമ്മളുടെ ഗുരുക്കന്മാരുടെ മുമ്പിലും മാത്രമല്ല, നമ്മളുടെ ഗുരുവാണ് പ്രതിനിധി. മുൻപിലത്തെ എല്ലാ ആചാര്യന്മാരുമുണ്ട്. നമ്മളുടെ ഗുരുവിൻ്റെ നിർദ്ദേശങ്ങൾ പാലിക്കുമ്പോൾ അവരുടെ കരുണ നമ്മൾക്ക് ലഭ്യമാകും. പ്രതിജ്ഞയെടുക്കുക എന്നത് വലിയ ഉത്തരവാദിത്തമാണ്. ഇതൊരു പ്രതിജ്ഞാബദ്ധതയാണ്. എന്നാൽ അലസത, മന്ദത, ഈ ലോകത്തിൻ്റെയും ആശയങ്ങളുടെയും എല്ലാ അശ്രദ്ധകളെയും പ്രലോഭനങ്ങളെയും ഭീതിയെയും തരണം ചെയ്യാൻ നമ്മൾക്ക് ഉറച്ച പ്രതിബദ്ധത ആവശ്യമാണ്. നമ്മൾ എന്തെങ്കിലും ചെയ്യാൻ പ്രതിജ്ഞാബദ്ധരാണെങ്കിൽ അത് ചെയ്യണോ വേണ്ടയോ എന്നതിനെക്കുറിച്ച് നമ്മൾ ശരിക്കും ചിന്തിക്കുന്നില്ല. നമ്മൾ അത് ചെയ്യുന്നു. പ്രഭുപാദരുടെ നിർവചനത്തിൽ അതാണ് ആത്മാർത്ഥത. ആത്മാർത്ഥമായാണ് കൃഷ്ണൻ പ്രതികരിക്കുന്നത്. ആത്മാർത്ഥത പുലർത്തുക, മറ്റ് ഉദ്ദേശങ്ങളില്ലാതെ ഗൗരവമുള്ളത്. മറ്റൊരു വാക്ക്, നമ്മൾ കൃഷ്ണാവബോധം പരിശീലിക്കുന്നത് നമ്മളുടെ ഭൗതിക സ്ഥാനത്തിനല്ല. നമ്മൾ കൃഷ്ണാവബോധം പരിശീലിക്കുന്നത് സംസിദ്ധിർ ഹരിതോഷണം. കാരണം ഇത് നമ്മളുടെ ഗുരുക്കന്മാരെ പ്രസാദിപ്പിക്കും. കൃഷ്ണനെയും ഈ 4 യമനിയമങ്ങൾ അനുസരിക്കാനും 16 തവണ ജപിക്കാനും ദാസന്റെയും ദാസനാകുക എന്ന തത്വത്തിൽ നിലകൊള്ളുവാനും സഹകരിക്കുവാനും ഭക്തിക്ക് എല്ലായിടത്തും വളരാൻ കഴിയുന്ന ഒരു അന്തരീക്ഷം സൃഷ്ടിക്കുന്നതിനും ശ്രീ ചൈതന്യ മഹാപ്രഭു ഭക്തിയെ പൂന്തോട്ട പരിപാലനവുമായി താരതമ്യപ്പെടുത്തി. ഭക്തിലതാ ബീജം, ഭക്തിയുടെ വിത്ത് അവിടെയുണ്ട്. ഭക്തരുടെ ഒരു സമൂഹത്തിൽ ഇത് പൂന്തോട്ട പരിപാലനം പോലെയാണ്. അങ്ങനെ ധാരാളം വിത്തുകളുണ്ട്. നമ്മിൽ ഓരോരുത്തരും ഒരു തോട്ടക്കാരനാണ്. ഇത് യഥാർത്ഥത്തിൽ അവിഭാജ്യമാണ്. നമ്മളുടെ സ്വന്തം ഉള്ളിലുള്ള ഭക്തിയുടെ വിത്ത് നട്ടുവളർത്താൻ ആവശ്യമായത്. നിരവധി ഭക്തർ, മുതിർന്ന ഭക്തർ, ചെറിയ ഭക്തർ, മധ്യഭക്തർ, മറ്റെല്ലാവരുടെയും പൂന്തോട്ടത്തെ നമ്മൾ എങ്ങനെ സഹായിക്കുന്നു എന്നതുമായി വളരെയധികം ബന്ധപ്പെട്ടിരിക്കുന്നു. ലോകത്തിൽ നമ്മൾ അവരെ എങ്ങനെ സഹായിക്കുന്നു, എങ്ങനെയാണ് നമ്മൾ ഒരു മാതൃകയാകാൻ ശ്രമിക്കുന്നത്, ഒരു പരിസ്ഥിതിയെ പ്രോത്സാഹിപ്പിക്കാനും സൃഷ്ടിക്കാനും ശ്രമിക്കുന്നത്. അന്താരാഷ്ട്ര കൃഷ്ണാവബോധ സമിതിയുടെ സ്ഥാപക ആചാര്യനായ ശ്രീല പ്രഭുപാദർ നമ്മളുടെ പ്രസ്ഥാനത്തിൻ്റെ മുഴുവൻ തോട്ടക്കാരനാണ്. എല്ലാവരെയും സഹായിക്കാനും ഭക്തിയുടെ ഓരോ ലതയെയും നന്നായി വളരാൻ പ്രോത്സാഹിപ്പിക്കാനും നമ്മൾ ഉദ്ദേശിക്കപ്പെട്ടവരാണ്. അങ്ങനെയാണ് ഞങ്ങളുടെ ലതകൾ നന്നായി വളരുന്നത്. നമ്മൾക്കറിയാവുന്ന ഒരു പൂന്തോട്ടത്തിൽ ചില വിനാശകരമായ പ്രാണികൾ പൂന്തോട്ടത്തിലേക്ക് പോകുന്നു. അത് അനിയന്ത്രിതമാണ്. അത് എല്ലാം നശിപ്പിക്കും. അതിനാൽ നമ്മൾ ആ പ്രാണിയെ പോലെ ആകരുത്. അതിനാൽ നമ്മൾ രാഷ്ട്രീയപരമായി പോകാൻ കഴിയില്ലെന്ന് ചൈതന്യ മഹാപ്രഭു രൂപ ഗോസ്വാമിയോട് പറയുന്നു. കൃഷ്ണാവബോധത്തിൽ നമ്മൾക്ക് പ്രകടമായ അനിവാര്യമായ വ്യത്യാസങ്ങൾ പരസ്പരം ഉയർത്തുന്ന രീതിയിൽ പരിഹരിക്കേണ്ടതായുണ്ട്. എല്ലാവരുടെയും ലതകളെ രാഷ്ട്രീയ ചായ്വുകൾ സ്വീകരിച്ച് അപാരതകൾ, കുറ്റകൃത്യങ്ങൾ എന്നിവയിലൂടെ നശിപ്പിക്കുന്ന നമ്മൾക്ക് ഇതുപോലെ തോന്നാം. അല്ലെങ്കിൽ നമ്മൾക്ക് അത് തോന്നുമില്ലായിരിക്കാം. അത് അത്ര പ്രധാനമല്ല. പ്രധാനം തപസ്യയാണ്. നമ്മൾ ആവേശത്തിലാണ്. നമ്മൾ ഉത്സാഹത്തോടെ ജപിക്കും. ശ്രീല പ്രഭുപാദരുടെ പുസ്തകങ്ങൾ വായിക്കാനും ഹരികഥ ശ്രവിക്കാനും ദേവതകളെ സേവിക്കാനും ഭക്തരെ സേവിക്കാനും സന്ദേശം ലോകത്തിലേക്ക് പ്രചരിപ്പിക്കാനും നമ്മൾ ഉത്സുകരാകും. നമ്മളുടെ ഉത്സാഹത്തിൻ്റെ തപസ്യയാണ് കൃഷ്ണാവബോധത്തെ സന്തോഷകരമായ അനുഭവമാക്കി മാറ്റുന്നത്. ഹരേ കൃഷ്ണ എന്ന് ജപിക്കുക, സന്തോഷവാനായിരിക്കുക എന്ന് പ്രഭുപാദർ പറഞ്ഞപ്പോൾ അതിനർത്ഥം നാം ആവേശഭരിതരായിരിക്കണമെന്നാണ്. അതിനാൽ ഈ കാര്യങ്ങൾ ബുദ്ധിമുട്ടാണ്. മാത്രമല്ല, ഭൗതിക ലോകം ചിലപ്പോഴെല്ലാം കൂടുതൽ ശ്രമകരമാക്കുന്നു. ചിലപ്പോഴല്ല, അത് എല്ലായ്പ്പോഴും അവിടെയുണ്ട്. ചിലപ്പോൾ അത് പ്രകടമാകുന്നു. അതിനാൽ നമ്മളുടെ സ്വന്തം പുരോഗതിക്കായി അത് നമ്മൾക്ക് ആവശ്യമാണ്. ഇത് വളരെ ഗൗരവമായി എടുക്കാൻ അതിനായാണ് ഈ ഹരിനാമ ദീക്ഷ. ശ്രീല പ്രഭുപാദർ ഈ ഹരിനാമ ദീക്ഷയെ വളരെ ഗൗരവപരമായി എടുത്തു. അദ്ദേഹം തൻ്റെ ഭക്തരിൽ നിന്ന് ധാരാളം പ്രതീക്ഷിച്ചു.
എന്തുകൊണ്ടാണ് അദ്ദേഹം നമ്മളിൽ നിന്ന് കൂടുതൽ പ്രതീക്ഷിച്ചത്? കാരണം അദ്ദേഹം നമ്മളുടെ എക്കാലത്തെയും അഭ്യുദയകാംക്ഷിയാണ്. നമ്മളുടെ നേട്ടത്തിനായി അദ്ദേഹം നമ്മളിൽ നിന്ന് വളരെയധികം പ്രതീക്ഷിക്കുന്നു. അദ്ദേഹം എല്ലായ്പ്പോഴും ശ്രീ രാധാറാണി, ശ്രീ ഗോപിനാഥ് എന്നിവരോടൊപ്പം ശാശ്വതമായ ആത്മീയ ലോകത്താണ്. എന്നാൽ നമ്മൾ അദ്ദേഹത്തോടൊപ്പം വരാൻ അദ്ദേഹം ആഗ്രഹിക്കുന്നു. ഇന്ന് നിങ്ങളിൽ ഓരോരുത്തരും, നിങ്ങളിൽ പലരും വളരെ ഉത്സാഹത്തോടെയും ദൃഢനിശ്ചയത്തോടെയും പ്രവർത്തിച്ചിട്ടുണ്ട്. നിങ്ങൾ ഓരോരുത്തരും വളരെ ക്ഷമയോടെ കാത്തിരിക്കുന്നുവെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അതിന് ഞാൻ നിങ്ങൾക്ക് നന്ദി പറയുന്നു. ശ്രീല പ്രഭുപാദർക്കും നമ്മളുടെ ആചാര്യന്മാർക്കും വേണ്ടി ജീവിതകാലം മുഴുവനുമുള്ള ഭക്തിക്കായി നിങ്ങൾ ഓരോരുത്തരോടും നമ്മളുടെ എല്ലാ പ്രാർത്ഥനകൾക്കും ഞാൻ ആത്മാർത്ഥമായ നന്ദി അറിയിക്കുന്നു. വളരെയധികം നന്ദി. ഹരേ കൃഷ്ണ.